പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സമയം കണ്ടെത്തു കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. പാരീസ് ഒളിമ്പിക്സിൽ ഏത് ഭാരോദ്വഹന വിഭാഗത്തിലാണ് വിനേഷ് ഫോഗാട്ട് അയോഗ്യനാകപ്പെട്ടത്? വനിതകളുടെ 50 കിലോ വിഭാഗം. പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം കാറ്റഗറിയിൽ വിനീഷ് ഫോഗാട്ട് ഡിസ്ക്വാളിഫൈ ആയി. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. മിക്കവാറും എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള വാർത്തയായിരുന്നു ഇന്നലത്തെ ഈ വാർത്ത. അതായത് വിനീഷ് ഫോഗാട്ട് ഫൈനൽ മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ആവുന്ന കാര്യം. 50 കിലോഗ്രാം കാറ്റഗറിയിലാണ് വിനീഷ് ഫോഗാട്ട് മത്സരിച്ചത്. 50 കിലോ എന്ന് പറയുമ്പോൾ 50 കിലോന്ന് 1 ഗ്രാം പോലും വർധന വരാൻ പാടില്ല. അതാണ് ഇതിന്റെ റൂൾ. ഇതനുസരിച്ച് സെമിഫൈനൽ മത്സരത്തിൽ വിനീഷ് ഫോഗാട്ടിന്റെ വെയിറ്റ് ആയിരുന്നു 49.5 കിലോഗ്രാം. എന്നാൽ ആ മത്സരത്തിന് ശേഷം വിനീഷ് ഫോഗാട്ടിന്റെ വെയിറ്റ് 2.5 കിലോ വർദ്ധിച്ചു. ഇതെങ്ങനെ വർദ്ധിച്ചു എന്നത് ന്യൂട്രീഷൻസിന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഒരൊറ്റയടിക്ക് ഇത്രയും വലിയൊരു വെയിറ്റ് ഉയർന്നു വന്നിട്ടുള്ളത്. വിനീഷ് ഫോഗാട്ടിനും അറിയാം 50 കിലോഗ്രാം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആകുമെന്നും. അതനുസരിച്ച് തലേദിവസം നടത്തിയിട്ടുള്ള 100% എഫേർട്ട് പ്രാക്ടീസ് ചെയ്തു. സൈക്ലിങ്ങും എല്ലാ ലെവലിലും പ്രാക്ടീസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി തലമുടി വരെ വെട്ടി എന്നാണ് പറയുന്നത്. എന്നാൽ വിനീഷ് ഫോഗാട്ടിന്റെ ആ ഫൈനൽ മത്സരം വ്യാഴാഴ്ച രാവിലെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ, ഒഫീഷ്യൽസ് വെയിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ 50 കിലോ 100 ഗ്രാം ആയിട്ട് കണ്ടെത്തി. അപ്പൊ 100 ഗ്രാം ഓവർ വെയിറ്റ് എന്ന രീതിയിലാണ് വിനീഷ് ഫോഗാട്ട് ഡിസ്ക്വാളിഫൈ ആയത്. ഇത്രയും എഫേർട്ട് ഇട്ട വിനീഷ് ഫോഗാട്ടിനെ പക്ഷെ അവസാനത്തെ ഇതിൽ ഡിസ്ക്വാളിഫൈ ആയി എന്നറിഞ്ഞപ്പോൾ അത് ഇന്ത്യക്ക് തന്നെ ഏറ്റവും വലിയൊരു വിഷമം തോന്നുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു. ഒരുപക്ഷെ ഉത്തേജനമാണെങ്കിൽ ഡിസ്ക്വാളിഫൈ ആയെങ്കിൽ പലരും ആ വിനീഷ് ഫോഗാട്ടിനെ കുറ്റപ്പെടുത്തിയെന്നെ. എന്നാൽ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം വിഷമം ഉണ്ടായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇന്നലത്തെ വാർത്ത. പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം കാറ്റഗറിയിലാണ് വിനീഷ് ഫോഗാട്ട് ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ളത്. അത് ഫൈനൽ മത്സരത്തിന്റെ രാവിലെയാണ് ഡിസ്ക്വാളിഫൈ ആയത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് ഒരു നിശ്ചിത മിനിമം സ്കോർ നേടേണ്ടതിന്റെ ആവശ്യകത നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത പ്രൊമോഷൻ അതിന് ഓരോ സബ്ജക്റ്റിനും നിശ്ചിത സ്കോർ നേടിയാൽ മാത്രമേ പ്രൊമോട്ടഡ് ആവുകയുള്ളൂ. ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കേരളത്തിലെ ക്യാബിനറ്റ് ആണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 7 തീയതിയായിരുന്നു ഈ ഒരു തീരുമാനം. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയിട്ടുള്ള ക്യാബിനറ്റിലാണ്. അതായത് കേരളത്തിൽ ഇനി 8ാം ക്ലാസ് മുതൽ ഒരു നിശ്ചിത സ്കോർ ഉണ്ടായാൽ മാത്രമേ പ്രൊമോട്ടഡ് ആവുകയുള്ളൂ. ഈ വർഷത്തെ അധ്യയന വർഷത്തിൽ 8ാം ക്ലാസ്സിൽ ആണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. അടുത്ത വർഷം 8ഉം 9ലും നടപ്പിലാക്കും. പിന്നീട് 8, 9, 10 ഈ 3 ക്ലാസ്സുകളും നടപ്പിലാക്കാൻ പോകുന്ന ഒരു പുതിയൊരു മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം. ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായി നിയമിതനായ നോബൽ സമ്മാന ജേതാവിന്റെ പേര് മുഹമ്മദ് യൂനസ്. ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായിട്ട്, അതായത് ഇന്ററിം ഗവൺമെന്റിന്റെ ഹെഡ് ആയിട്ട് നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിനെ തിരഞ്ഞെടുത്തു. ഈ കഴിഞ്ഞ 2 ആഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്ന വയലൻസ് ലഹളകൾ. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ജോബ് റിസർവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ജോബ് റിസർവേഷൻ കൂട്ടിയത്, അതാണ് ഈ പ്രശ്നത്തിന് തുടക്കം. അതിനുശേഷം ഈ ലഹള വർദ്ധിക്കുകയും അവസാനം ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വരികയും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിടുകയും ചെയ്തു. ഇന്നിപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് UK അഭയം നിരാകരിച്ചു. അതുപോലെ തന്നെ US ആണെങ്കിൽ ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയുടെ വിസയും റദ്ദാക്കി. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മുഹമ്മദ് യൂനിസ്, നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ആണ് ഇടക്കാല ഗവൺമെന്റിന്റെ ഹെഡ് ആയിട്ട് ഇനി ഗവൺമെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതേ അവസരത്തിൽ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഖാലിദ സിയ ജയിലിൽ നിന്നും റിലീസ് ചെയ്തു. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൽ എത്ര രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരങ്ങൾ നൽകും? 33. 2024 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് വരുന്ന ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്ത ദിവസമാണ് ഓഗസ്റ്റ് 23. എല്ലാ വർഷവും ഇനി നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ഈ ദിനം ആചരിക്കുകയാണ്. ഇതനുസരിച്ച് ഈ ദിവസമാണ് 33 പേർക്ക് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ നൽകി ആദരിക്കുന്നത്.
ആകെ 56 സയന്റിസ്റ്റിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ദിവസം ഓഗസ്റ്റ് 23-ന് 33 പേർക്കാണ് അവാർഡ് നൽകുക. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ഇത് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വിജ്ഞാൻ രത്ന, വിജ്ഞാൻ ശ്രീ, വിജ്ഞാൻ യുവ, വിജ്ഞാൻ ടീം അവാർഡ്സ്. ആജീവാനന്ദ നേട്ടങ്ങളും സംഭാവനകളും ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഇതിന് 3 വിജ്ഞാൻ രത്ന അവാർഡും 25 വിശിഷ്ട സംഭാവനകളെ അംഗീകരിക്കാൻ വിജ്ഞാൻ ശ്രീയും വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് 25 പേർക്കും അതിനുശേഷം 3 വിജ്ഞാൻ ടീം അവാർഡുമാണ് നൽകുന്നത്. ഏത് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ GI ടാഗ് ചെയ്ത അത്തി ജ്യൂസ് പോളണ്ടിലേക്ക് കയറ്റുമതി ചെയ്തത്? പുരന്ദർ ഹൈലാൻഡ്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. അത്തിപ്പഴം അതിന് GI ടാഗ് ലഭിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് പുരന്ദർ എന്ന സ്ഥലം. പുരന്ദർ ഹൈലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പോളണ്ടിലേക്ക് അത്തിപ്പഴത്തിന്റെ ജ്യൂസ്, അതായത് ഫിഗ് ജ്യൂസ് കയറ്റുമതി ചെയ്തു. കഴിഞ്ഞ വർഷം, അതായത് 2023 ഫെബ്രുവരിയിലും പുരന്ദർ ഹൈലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി അത്തിപ്പഴത്തിന്റെ ജ്യൂസ് ഹോങ്കോങ്ങിൽ കയറ്റുമതി ചെയ്തു. ഇത് ആദ്യമായിട്ടാണ് ഹോങ്കോങ്ങിൽ കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തിട്ടുള്ളത്, എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ പോളണ്ടിലേക്കും, അതായത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലെ ഇന്ത്യയുടെ GI ടാഗ് ലഭിച്ചിട്ടുള്ള ഫിഗ് ജ്യൂസ് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അത്തിപ്പഴങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പുരന്ദറിലെ അത്തിപ്പഴം. മധുരമുള്ള രുചിയും വലുപ്പവും പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് അത്തിപ്പഴം. ഇതിനാണ് പുരന്ദറിലെ GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. പുരന്ദർ എന്ന് പറയുമ്പോൾ ഇത് പൂനെയിലെ ഒരു താലൂക്ക് ആണ്, പുരന്ദർ താലൂക്ക്. ഇവിടെയാണ് അത്തിപ്പഴം വളർന്നതും ഫിഗ് ജ്യൂസ് എന്ന രീതിയിൽ ഇതിപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഇതെത്തിക്കുന്ന സ്ഥാപനമാണ് പുരന്ദർ ഹൈലാൻഡ്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. 2024 ഓഗസ്റ്റ് 5-ന് ജർമ്മൻ നാവികസേനയ്ക്കൊപ്പം കീൽ കനാലിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ് സമുദ്ര അഭ്യാസം നടത്തിയത്? INS തബർ. INS തബർ എന്ന കപ്പൽ ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പലാണ്. ഈ കപ്പൽ കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാം തീയതി ജർമ്മൻ നേവിക്കൊപ്പം കീൽ കനാലിൽ ഒരു മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസ് MPX നടത്തി. ജർമ്മനിയുടെ 3rd സ്ക്വാഡ്രൺ നേവൽ എയർ വിംഗ് ആണ് ഇന്ത്യൻ നേവിയിലെ INS ടബർ ആയിട്ട് ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പും ജർമ്മനിയിൽ ജൂലൈ 17 മുതൽ 20 വരെ മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസ് നടത്തിയിരുന്നു. INS ടബർ റഷ്യയിലെ റഷ്യൻ നേവലിന്റെ പങ്കെടുപ്പിന് ശേഷം വരുന്ന വഴിക്കാണ് ഈ എക്സസൈസ് നടത്തിയിട്ടുള്ളത്. റഷ്യൻ നേവലുടെ ഈ കഴിഞ്ഞ ജൂലൈ 28-ാം തീയതിയായിരുന്നു ഇന്ത്യയിലെ INS ടബർ എന്ന കപ്പലാണ് റഷ്യൻ നേവലിലേക്ക് പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം നാഗാലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഇത് നാഗാലാൻഡാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നാഗാലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംസ്ഥാനമാണ് ഇത്തരത്തിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്ററിൽ സ്വർണം നേടിയതാരാണ്? അമേരിക്കൻ ഗാബി തോമസ്. അമേരിക്കയുടെ ഗാബി തോമസ് ആണ് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്ററിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതേപോലെ പാരീസ് ഒളിമ്പിക്സിൽ 100 മീറ്റർ വനിതകളുടെ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത് സെയിന്റ് ലൂസിയയിലെ J. ആൽഫ്രഡും തൊട്ടുപിറകെ US-ന്റെ S. റിച്ചാർഡ്സണും M. ജെഫേഴ്സണുമാണ്. മെൻസിലാണെങ്കിൽ നമുക്കറിയാം 100 മീറ്റേഴ്സിലെ വിജയിച്ചിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ N. ലൈൽസ് ആണെങ്കിൽ K. തോംസൺ, കേർലി എന്നിവർ ആണ് 2-3 സ്ഥാനം പങ്കുവച്ചിട്ടുള്ളത്. 200 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ദേശീയ പക്ഷിയായി US സെനറ്റ് ഔദ്യോഗികമായി അംഗീകരിച്ച പക്ഷി ഏതാണ്? ബാൾഡ് ഈഗിൾ. ബാൾഡ് ഈഗിൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ മൊട്ടക്കഴുകൻ എന്നാണ് പറയുക. ബാൾഡ് ഈഗിൾ ആണ് അത് 200 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ദേശീയ പക്ഷിയായിട്ട് US സെനറ്റ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഓഗസ്റ്റ് 7 ഇന്നലെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, അഗർത്തല അഖോറ റെയിൽവേ ലിങ്ക് ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ളതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശിന്റെയും ഇടയിൽ ഉള്ള ഒരു റെയിൽ ലിങ്ക് ആണ് അഗർത്തല അഖോറ. ഈ ഒരു റെയിൽ ലിങ്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യയും ബംഗ്ലാദേശും വർഷങ്ങളായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പ്രാവർത്തികമായിട്ടുള്ളത് കഴിഞ്ഞ വർഷം 2023-ലായിരുന്നു. ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ എത്രത്തോളം ഈ അഗർത്തല അഖോറ റെയിൽ ലിങ്കിനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതായത് അഗർത്തലയിലെ ഒരു ഐറ്റം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്ത്യക്ക് 1600 കിലോമീറ്റർ അത് വെറും 500 കിലോമീറ്റർ ആയിട്ട് കുറയ്ക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റെയിൽ ലിങ്ക് ആയിരുന്നു അഗർത്തല അഖോറ റെയിൽ ലിങ്ക്.
ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. പാരീസ് ഒളിമ്പിക്സിൽ ഏത് ഭാരോദ്വഹനത്തിനാണ് വിനീഷ് ഫോഗാട്ട് അയോഗ്യനാക്കപ്പെട്ടത്? വനിതകളുടെ 50 കിലോ വിഭാഗം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് ഒരു നിശ്ചിത മിനിമം സ്കോർ നേടേണ്ടതിന്റെ ആവശ്യകത നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായി നിയമിതനായ നോബൽ സമ്മാന ജേതാവിന്റെ പേര് മുഹമ്മദ് യൂനുസ്. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൽ എത്ര രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരങ്ങൾ നൽകും? 33. ഏത് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ GI ടാഗ് ചെയ്ത അത്തി ജ്യൂസ് പോളണ്ടിലേക്ക് കയറ്റുമതി ചെയ്തത്? പുരന്ദർ ഹൈലാൻഡ്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. 2024 ഓഗസ്റ്റ് 5 ജർമ്മൻ നാവികസേനക്കൊപ്പം കീൽ കനാലിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ് സമുദ്ര അഭ്യാസം നടത്തിയത്? INS തബർ. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം നാഗാലാൻഡ്. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്ററിൽ സ്വർണം നേടിയതാരാണ്? അമേരിക്കൻ ഗാബി തോമസ്. 200 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ദേശീയ പക്ഷിയായി US സെനറ്റ് ഔദ്യോഗികമായി അംഗീകരിച്ച പക്ഷി ഏതാണ്? ബാൾഡ് ഈഗിൾ. ഇന്ന് ഓഗസ്റ്റ് 8 ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്. എവ്രി ഇയർ ഇന്റർനാഷണൽ യൂത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേ? എല്ലാ വർഷവും ഏത് ദിവസമാണ് അന്താരാഷ്ട്ര യുവജന ദിനം ആഘോഷിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ അത് നമ്മുടെ കോമ്പറ്റീഷൻസിൽ നമുക്ക് എപ്പോഴും സഹായിക്കുകയുള്ളൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.